വളങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ നൈട്രജൻ്റെ അളവ് കൂടുതലായിട്ട് ചെടിക്ക് കിട്ടുന്ന കാരണം ചെടി നന്നായിട്ട് ഇലകൾ ഉണ്ടാവാനും വളരാനൊക്കെ ഉള്ള ടെൻഡൻസി പലപ്പോഴും കാണിക്കാറുണ്ട്. അതിനേക്കാളും കൂടുതലായിട്ട് നമ്മൾ DAP പോലുള്ള വളങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിറയെ പൂക്കൾ, ഇതുപോലെ പൂക്കൾ വന്നിട്ട് ചെടി മൂടും. നമ്മുടെ ചട്ടിയും അല്ലെങ്കിൽ ഇലയൊക്കെ കാണാത്ത രീതിയിലാണ് ഈ ചെടി വന്ന് മൂടിയിരിക്കുന്നത്. പിന്നെ ഇതിന് ആവശ്യമുള്ള ഒരു പ്രധാനപ്പെട്ടൊരു ഘടകം അതിൻ്റെ പ്രൂണിങ് തന്നെയാണ് കേട്ടോ. കൃത്യസമയത്ത് നമ്മൾ പ്രൂണിങ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഈ രീതിയിൽ പൂക്കൾ വന്ന് മൂടുള്ളൂ. പലരും ചെടിക്ക് പ്രൂണിങ് ചെയ്യുന്നത് അത്ര നല്ലതല്ല, അല്ലെങ്കിൽ ചെടി ഉണങ്ങിപ്പോവും, അല്ലെങ്കിൽ ഷേപ്പ് പോകുന്നൊക്കെ വിചാരിച്ചിട്ട് പലരും പ്രൂണിങ് ഒന്നും ചെയ്യാതെ ചെടിയെ ഒന്ന് നോവിക്കാതൊക്കെ മാറ്റി നിർത്താറുണ്ട്. അത്തരക്കാർക്ക് വളർത്താൻ പറ്റാത്തൊരു ചെടി തന്നെയാണ് ബോഗൺവില്ല. കാരണം നന്നായിട്ട് പ്രൂണിങ് ചെയ്ത് കൊടുത്ത്, നന്നായിട്ട് വളങ്ങൾ ചെയ്ത് കൊടുത്ത്, അതിൻ്റെ ഫംഗിസൈഡുകൾ കൃത്യസമയത്ത് മണ്ണിൽ ഒഴിച്ചു കൊടുക്കുകയും സ്പ്രേയും ചെയ്ത് കൊടുക്കുകയൊക്കെയാണെങ്കിൽ നല്ല രീതിയിൽ നല്ല റിസൾട്ട് കാണിക്കുന്ന ചെടി തന്നെയാണ് ബോഗൺവില്ല. പക്ഷേ അതേസമയം നമുക്ക് കുറഞ്ഞ മെയിൻ്റനൻസ്, നമുക്ക് റോസിന് കൊടുക്കുന്ന അത്രയും